സംസ്ഥാനത്ത് പനി വ്യാപനത്തിൽ വരുന്ന 3 ആഴ്ച നിർണായകമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെ വ്യാപകമാകാനാണ് സാധ്യത. അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ മരണനിരക്കിലും വർധനമുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇത് സൂക്ഷിക്കേണ്ട സമയമാണ്. മഴക്കാലം കുറച്ചുകൂടി കടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അനു, സംസ്ഥാനത്ത് പനി വ്യാപനത്തിൽ വരുന്ന 3 ആഴ്ച നിർണായകമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലിൽ പറയുന്നത്. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ യോഗം ചേർന്നിരുന്നു. യോഗത്തിലുണ്ടായ വിലയിരുത്തലാണിത്. ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പനി വ്യാപകമാകാനാണ് സാധ്യത. അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ മരണനിരക്കിൽ ഉൾപ്പെടെ വർധന ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം, സജീവമായി മഴ പെയ്തതിനു ശേഷം വളരെ പെട്ടെന്ന് കഴിഞ്ഞ 2 ദിവസമായി വ്യാപകമായ മഴയൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വെയിലാണ്, തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വെയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും മഴ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് മഴ പെയ്യുകയും പിന്നീട് വെയിലാവുകയും ചെയ്യുന്ന ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഇത് വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. പനി വ്യാപനത്തിൽ ഉൾപ്പെടെ മുമ്പുള്ളതിനേക്കാൾ വേറിട്ട ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എന്നുള്ളത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അലർജി പോലുള്ള ചെറിയ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി പ്രകടമാകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പനി വ്യാപനത്തിൽ ഉൾപ്പെടെ പഠനം നടത്തണം എന്നുള്ളൊരു ആവശ്യം ആരോഗ്യ ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം 2017 ഈ പനി വലിയ രീതിയിൽ വ്യാപിച്ചത് വീണ്ടും അപ്പോൾ പ്രതിദിനം തന്നെ 10,000-ലധികം പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടിയെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ രൂപപ്പെട്ട സാഹചര്യത്തിൽ എലിപ്പനി ബാധിത എണ്ണത്തിലും വർധനമുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പനി ഈ രീതിയിൽ വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു പ്രത്യേക പഠനം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ആരോഗ്യ ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ ആ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിൽ സമിതി രൂപീകരിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും സമിതി രൂപീകരിക്കുന്ന കാര്യത്തിലോ മറ്റു നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് യോഗം ചേർന്നപ്പോൾ ഈ വരുന്ന 3 ആഴ്ച വളരെ നിർണായകമാണെന്നുള്ളതാണ് വിലയിരുത്തിയിരിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.